ഒന്ന് മദ്യം വളരെയധികം ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. 2 മയക്കുമരുന്ന് ആവശ്യക്കാർക്കൂടെ കിട്ടും. അതിന് പല നിയമതടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നില്ല. 3ാമത്തത് പെണ്ണാണ്. മദ്യം, മയക്കുമരുന്ന്, പെണ്ണ്. ഈ 3 ആകർഷണങ്ങളാണ് ടൂറിസം വികസനത്തിന്, ടൂറിസം വ്യവസായത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ളത്. പ്രത്യേകിച്ച് 3ാം ലോക രാജ്യങ്ങളിലെ ടൂറിസത്തിന്റെ അട്രാക്ഷൻസുകളാണ്. അത് കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശക്തമായിട്ടും വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 2006 LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ന് DGP ജേക്കബ് പ്രൊഡ്യൂസ് കലാതോന്ന മാസികയിൽ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ ഓർക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും. അതായത് കേരളത്തിൽ 10ഓളം മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സമാന്തര സമ്പദ്ഘടന, 50,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സമാന്തര സമ്പദ്ഘടന തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 10ഓളം മാഫിയകൾ: ചന്ദ്ര മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, മദ്യ മാഫിയ, പെൺവാണിഭ മാഫിയ, ഇങ്ങനെ കരിമണൽ മാഫിയയുടെ കുറേ മാഫിയകളുടെ എണ്ണം അദ്ദേഹം പറയുകയില്ല. അതിനൊരു പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത്, പക്ഷെ അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു നടപടിയും നമ്മൾ കാണുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോ രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ തലത്തിലുമൊക്കെ വളരെ ശക്തമാരായിട്ട് ഈ മാഫിയകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ത്രീ സംഘടനകളും സ്ത്രീ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്ന് പോരാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം, 30% സംവരണം പാർലമെന്റ് നിയമസഭയിൽ വേണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ സ്ത്രീ എന്താ 2006 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു നിയമസഭയിൽ സ്ത്രീകൾ. അത് മുഴുവൻ LDF ആയിരുന്നു. ഈ പ്രാവശ്യം UDF ഒരു മെമ്പർ, LDF 6 മെമ്പേഴ്സ്. ആ ഒരു മെമ്പറെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെമ്പറെ ഇതൊക്കെ കൊടുക്കുന്നത്. അത് മാത്രമല്ല, സാമൂഹ്യക്ഷേമവും വനിതാക്ഷേമവും അവർക്ക് കൊടുക്കണം. കാരണം അത് കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അങ്ങോട്ട് അത് അങ്ങനെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഞങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർത്താത്ത ഒരു പാർട്ടിയാണ് IUM. അങ്ങനെ ഒരു പാർട്ടിക്ക് ഈ ഒരു വകുപ്പ്, സ്ത്രീകളെ സംബന്ധിച്ച, കുട്ടികളെ സംബന്ധിച്ച വകുപ്പ് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഒറ്റക്കെട്ടായി പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോ സ്റ്റെപ്പിലും, ഓരോ പടിയിലും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞത് 10-20 കൊല്ലം മുമ്പ് സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെപ്പറ്റി ഇത് സ്വകാര്യ കാര്യമാണ്, ഇതിനെപ്പറ്റി ഇത് സമൂഹം രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം വിഷയമല്ല, പൊതുപ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കപ്പെട്ടിരുന്ന ആ അവസ്ഥയിൽ ഇപ്പൊ മാറിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് തലയെടുത്ത് നിൽക്കണമെങ്കിൽ, നമുക്ക് നിലനിൽക്കണമെങ്കിൽ, സ്ത്രീകൾക്ക് നിലനിൽക്കണമെങ്കിൽ, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്തതിന് പറ്റും. ആ ഒരവസ്ഥയിലാണ് ഇന്നും കാര്യങ്ങളുള്ളത്. ആ പൊതുവി സംവരണ ബില്ല് വന്നാലും ഇനിയും 5 കൊല്ലം കഴിയണമെങ്കിൽ 50 ഇവിടെ നടപ്പിലാക്കാം. അഥവാ അതിന് പാസ്സായാലും നമുക്കതൊന്നും വലിയ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഓരോ സ്റ്റെപ്പിലും, ഓരോ മേഖലയും ചെറുതിനായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഈ തരത്തിലുള്ള സെക്സാറിൽ മാഫിയ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നു. സ്ത്രീകൾക്കെതിരായുള്ള, പെൺകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഇപ്പോഴും നമ്മൾ 2ാം ഘടകമായിട്ട് ബന്ധപ്പെടുന്നു. നമുക്കിപ്പോഴും 50% വരുന്ന സ്ത്രീകൾക്ക് 1% പോലും അർഹമായ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് മേഖലയിലൊക്കെ ആ 50% വന്നു കഴിഞ്ഞു. പക്ഷേ നിയമനിർമ്മാണവും തീരുമാനം എടുക്കുന്നതൊക്കെ നിയമസഭയിലാണല്ലോ. ആ നിയമസഭയുടെ സ്ഥിതി നമുക്ക് വളരെ വളരെ പരിതാപകരമാണ്. വളരെയധികം പ്രതിഷേധിക്കപ്പെടുന്നതാണ്. വളരെയധികം എന്താ പറയാ, വിഷമിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെങ്കിൽ വളരെ വളരെ സന്തോഷം. എനിക്ക് ചെറിയ തീപ്പൊരിയെങ്കിലും ഇടാൻ എനിക്ക് പറ്റിയാൽ അതിൽ ഞാൻ സന്തോഷിക്കും. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ പറയുന്നത്.